Good evening, all. Good evening, ma'am. അശ്വതി മാമിന്റെ ആവും. അശ്വതി മാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നിർത്തിയത് എവിടാന്ന് അറിയാവോ? ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് കഴിഞ്ഞു. Good evening. Good evening, ma'am. Sorry, 3 minutes late. ഓടി വരുമായിരുന്നു. Okay, fine. We'll start our prayer. Okay. If anyone is there, please, or silent prayer. Ma'am, Chetal, Okay. I just want to say thank you. Thank you for good health. Thank you for my family. Thank you for the lesson. Thank you for the peace you bring me every day. Thank you for everything. Thank you, God, once again. Okay. Anyone is ready for signing? Sign in ചെയ്യാൻ ആരെങ്കിലും ready ആണോ? Anyone? Please. ആരെങ്കിലും ready ആയിട്ടുണ്ടോ sign in? ഉണ്ടോ ആരെങ്കിലും?
എനിവൺ? ആരുമില്ലേ? നമ്മളിത് പറഞ്ഞിട്ട് കുറെ ദിവസമായില്ലേ. സോ നിങ്ങൾക്ക് തന്നെ നല്ലതായിരിക്കും ഈ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴേ നല്ലതായിരിക്കും, കുട്ടികളെ വിഷ് ചെയ്യാനും ഒക്കെ അത് നല്ലതായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ എന്താ പറയാ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഒരു ടീച്ചിങ് മാനുവൽ പ്രിപ്പറേഷൻ ഉണ്ട്. അതിന്റെ ഫോമാറ്റ് തരാന്ന് പറഞ്ഞു. സംഭവം അത് ഞാൻ വിട്ടുപോയി, എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. മോസ്റ്റ് പ്രോബ്ലി ഞാൻ നാളെ അത് ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്തോളാം. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ഡേറ്റ്, ക്ലാസ്, ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ്, റൈറ്റ് സൈഡിൽ ക്ലാസ്, ഏത് ക്ലാസ്സിനാണ്. ഇപ്പൊ KG തന്നെ UKG LKG ഉണ്ടാവും, ഏത് ക്ലാസ് ആണ്. പിന്നെ സബ്ജക്ട് ഓർ തീം ഓർ ലെസൺ, അന്നത്തെ ദിവസം എന്ത് സബ്ജക്റ്റ് ആണ്. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ അത്, മാത്സ് ആണെങ്കിൽ അത്, എന്തെങ്കിലും തീം ഉണ്ടായിരുന്നോ. അതായത് കുട്ടികളെ പഠിക്കുമ്പോൾ ത്രൂ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പലതും പഠിപ്പിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു തീം, അന്ന് ഹെൽത്ത് ഹാബിറ്റ്സിനെ കുറിച്ച്, ഇപ്പൊ സയൻസ് ആണെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചുള്ളതാണെങ്കിൽ തീം അതായിരിക്കും. ഏതെങ്കിലും ലെസണുമായിട്ട് റിലേറ്റഡ്, അവരുടെ ടെക്സ്റ്റിൽ തന്നെ ഏതെങ്കിലും ലെസണുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ആ ലെസൺ ഏതാന്നുള്ളതും അങ്ങനെ അത് കൊടുക്കണം, അതിന്റെ ഹെഡിങ് ഉൾപ്പെടെ. അപ്പോൾ ടീച്ചിങ് മാനുവലിന് ഹെഡിങ്, ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ്, റൈറ്റ് സൈഡിൽ ഏത് ക്ലാസ് എന്നുള്ളത് എഴുതണം. നെക്സ്റ്റ് താഴെ സബ്ജക്ട് ബാർ ഇട്ടിട്ട് തീം ഓർ ലെസൺ, ഏത് സബ്ജക്റ്റ് ആണ്, എന്തെങ്കിലും തീം സ്പെസിഫിക് ആയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, വേണമെന്നില്ല, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ട. ഓർ ലെസൺ അങ്ങനെ എഴുതാം. ഹലോ മാം, ഞാനിപ്പോ കേറിയുള്ളൂ മാം. എന്തായിരുന്നു? എനിക്ക് ഒന്നുമില്ല, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഡെയിലി ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഫോമാറ്റ് ആണ് ടീച്ചിങ് മാനുവൽ. ഞാൻ നാളെ അത് ഷെയർ ചെയ്യും. അപ്പൊ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് 2 കോളംസ് വേണം. ഈ 2 കോളത്തില് ഫസ്റ്റ് കോളത്തില് ലേണിംഗ് ആക്ടിവിറ്റീസ്, സെക്കൻഡ് കോളത്തില് റിസൾട്ട്. ഇപ്പൊ നിങ്ങളിപ്പോ പഠിപ്പിക്കുന്നത് ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒരു റൈമിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ആക്ടിവിറ്റി എന്താ, ത്രൂ റൈം കുട്ടികൾക്ക് അതിനുള്ള ഹെൽത്തി ഹാബിറ്റ്സിന്റെ അവയർനെസ് ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ആക്ടിവിറ്റി എഴുതണം. അത് കുട്ടികളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്, റിസൾട്ട് എന്തായിരുന്നു, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, അവർ ഭയങ്കര ഹാപ്പി ആയി, അവരത് നല്ലപോലെ മനസ്സിലാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് റിസൾട്ടിൽ വരേണ്ടത്. ഔട്ട്കം റിസൾട്ടിൽ വരേണ്ടത്, റിസൾട്ടിൽ അത് കാണിക്കണം. ഇനി മൈ ഇവാലുവേഷൻ, നമുക്കൊരു അനാലിസിസ് ഉണ്ടാവുമല്ലോ. ഇത് അന്നത്തെ ഫുൾ ഡേ നമ്മൾ ക്ലാസ് എടുത്ത്, അന്നത്തെ ഫുൾ ഡേ ആവില്ല, ഏതെങ്കിലും അവേഴ്സ് ഒക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇവാലുവേഷൻ, കുട്ടികളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പം അവർക്ക് ഇങ്ങനെ അതിന് ഒരു ഡിഫറൻസ് വന്നു, അപ്പൊ ഇങ്ങനെ പുതുതായി എന്തെങ്കിലും കൂടെ ചെയ്യുമ്പോൾ ഇതൊരു ഫയലായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നോട്ട്ബുക്കിനേക്കാളും. കാരണം ഇതിന് മാത്രമായിട്ടൊരു ഫയൽ, ഇപ്പൊ നിങ്ങൾ 10 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് പോകുവാണെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന്റെ ഒരു ഫയൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാനത് മിസ്പ്ലേസ് ചെയ്തു, എന്റെ ഫയല് എവിടെയോ കാണും. ഇതുപോലെ ഇങ്ങനെ ഒരു ഫയലായിട്ട് വെക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ടീച്ചിങ് പ്രാക്ടീസിൽ. സർവേയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ അത് ടീച്ചിങ് മാനുവലിൽ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. മെയിൻ ആയിട്ടും 2 കോളംസ് വേണം. ഒരു കോളത്തിൽ ലേണിംഗ് ആക്ടിവിറ്റീസ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ത്രൂ സ്റ്റോറി ആയിരിക്കാം നിങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റി ത്രൂ സ്റ്റോറിയാണ്. അത് റിസൾട്ട് ഇത് എന്താണോ ആ റിസൾട്ട് അത് ചെയ്തിട്ടോ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള റിസൾട്ട്. പിന്നെ മൈ ഇവാലുവേഷൻ, നമ്മുടെ ഒരു നോട്ട് വാങ്ങണ്ടേ? നോട്ട് വാങ്ങണ്ട? എന്ത് നോട്ടാ? ടീച്ചിങ്ങിന് പോകാൻ വേണ്ടിട്ട് നോട്ട് വാങ്ങാൻ പറഞ്ഞില്ലേ? അവിടുത്തെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റി എഴുതാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതാന് ഒരു വലിയ നോട്ട് വാങ്ങ. വലിയ നോട്ട് അതല്ലല്ലോ. ടൈം ടേബിൾ ഒക്കെ എഴുതാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അന്ന് ഏതൊരു ക്ലാസ്? ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ് എന്ന് പറഞ്ഞ അസൈൻമെന്റ് ബുക്ക് അല്ലേ അത് പറഞ്ഞത്? അസൈൻമെന്റ് ബുക്ക് അതിലല്ലേ ഇത് വേറെ സെപ്പറേറ്റ് ആണ്? സെപ്പറേറ്റ്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ എത്ര, ഇപ്പൊ 10 ദിവസം നിങ്ങൾ അവിടെ ചെയ്തു, 10 ദിവസം കംപ്ലീറ്റ് ചെയ്തു, 10 ഡേയ്സ് ആണ് ചെയ്തതെന്ന് വിചാരിക്കുക. ആ ഓരോ ഡേയിലെയും കാര്യങ്ങള് ഈ ഒരു ഫോർമാറ്റിൽ എഴുതണം. ഞാൻ വിചാരിച്ചു അന്ന് പറഞ്ഞ നോട്ടിലാണ് ഓരോ ദിവസത്തത് അങ്ങനെ എഴുതിയേക്കുന്നത്. മാം, ഇതില് ഈ എവാലുവേഷൻ പറഞ്ഞില്ലേ, അതപ്പം എങ്ങനെയാണ് അത്? ഇപ്പൊ 2 കോളത്തിലൊന്ന് ലേണിംഗ് ആക്ടിവിറ്റി, മറ്റേത് ഔട്ട്കം റിസൾട്ട്. താഴെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓക്കെ, ഇവാലുവേഷൻ. ഓക്കെ, ഇവിടെ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞ ഹെഡിങ്, ഡേറ്റ്, ക്ലാസ്, പിന്നെ ഒരു സബ്ജക്ട്, തീം,
ലെസൺ, പിന്നെ 2 കോളംസ് ലേണിംഗ് ആക്ടിവിറ്റീസ്, റിസൾട്ട്, പിന്നെ മൈ ഇവാലുവേഷൻ. നമുക്ക് തോന്നുമല്ലോ നമ്മുടെ ഒരു ഒബ്സർവേഷൻ. അത് ഓക്കെ, ക്ലിയർ ആയോ? യെസ് മാം. ഇത് അസൈൻമെന്റ് അല്ലേ മാം? ഇത് അസൈൻമെന്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിന് നമ്മൾ പോകുമ്പോൾ ആ സ്കൂളില് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ഫോമാറ്റിൽ എഴുതണം. അന്നു തന്നെ എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ മറന്നുപോകും. മാം ഇത് നമ്മള് ലൂസ് A4 ഷീറ്റിൽ ചെയ്ത് ഫയൽ ചെയ്താൽ മതിയില്ലേ? ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ പറഞ്ഞ് എഴുതണം. യെസ്, ആ ഡേറ്റ് എഴുതണം. ഡേ 1 എഴുതിയിട്ട് ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് എഴുതുന്നത് ഓക്കെ. നല്ലതായിരിക്കും. എന്നിട്ട് ഇതിപ്പം 2 months ആണെങ്കിൽ 2 month കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് മാമിന് ഫൈനൽ അങ്ങനെ എന്തെങ്കിലും സബ്മിഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സബ്മിഷൻ ഇല്ല, നിങ്ങൾ ഇത് കീപ്പ് ചെയ്യണം. അപ്പോ വൈവ സമയത്ത്, നമ്മുടെ ഫൈനൽ എക്സാം കഴിഞ്ഞ് വൈവ സമയത്ത് ഏതെങ്കിലും ഒരു ഡേ, ഏത് പീരീഡ് ചോദിക്കും, നിങ്ങൾ എന്ന് തുടങ്ങി എന്ന് വരെയാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതെന്ന് നോക്കുമ്പോൾ ഇപ്പൊ October 10th തുടങ്ങി November 20th വരെയും ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു ഡേ ഞാൻ എടുത്തിട്ട്, വർക്കിംഗ് ഡേ എടുത്തിട്ട് ആ ഡേയിലെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറയും. എന്തായിരുന്നു ലേണിംഗ് ആക്ടിവിറ്റീസ്, റിസൾട്ട്, ഇവാലുവേഷൻ എന്തായിരുന്നു, അന്നത്തെ തീം എന്തായിരുന്നു, അല്ലെങ്കിൽ സബ്ജക്ട് എന്തായിരുന്നു എന്നുള്ളത്. ഇത് അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല മാം, അപ്പൊ ഈ പറഞ്ഞ ഡേറ്റ് നമുക്ക് ആ നേരത്തും ജസ്റ്റ് ഒന്ന് നോക്കാൻ കിട്ടും? അല്ല, നിങ്ങളുടെ കയ്യിൽ വേണം, കയ്യിൽ അത് വേണം, അത് നോക്കി പറഞ്ഞാൽ മതി. അതെ, ഓക്കെ, ശരി. അതായത് വൈവ സമയത്ത് നമ്മൾ ചെയ്ത അസൈൻമെന്റ്, ആക്ടിവിറ്റി, അതെല്ലാം നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ എഴുതിയ റെക്കോർഡ് മുഴുവൻ നമ്മളുടെ കയ്യിൽ വേണം. പിന്നെ ഞാൻ ഈ ഒരു ബുക്കിന്റെ ഡീറ്റെയിൽസ് തരാം, ആ ബുക്ക് കയ്യിൽ വേണം. പിന്നെ ഈ പറഞ്ഞ ടീച്ചിങ് മാനുവൽ വേണം. അങ്ങനെ എന്തൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കയ്യിൽ വേണം. പിന്നെ ഇതുപോലെ കുറെ പപ്പറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് എല്ലാം കയ്യിൽ വേണം. അപ്പൊ എവിടെന്നാ ചോദിക്കാന്ന് പറയാം. ഇത് നമ്മൾ ഓരോ ദിവസം ഓരോ A4 ഷീറ്റ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വരച്ചിങ്ങനെ ചെയ്യ വേണ്ടേ? അത് ഈ കള്ളിയിൽ ഓരോ ദിവസത്തെ അങ്ങനെ എഴുതാ? നമുക്ക് സ്കൂളിൽ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഡിപ്പെൻസ് ആ സ്കൂളിലെ നമുക്ക് തന്നിരിക്കുന്ന ടൈം അനുസരിച്ച് സ്കൂളിൽ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ റഫായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അന്ന് തന്നെ അത് ഫെയർ ആയിട്ട് A4 ഷീറ്റിൽ എഴുതുന്നതായിരിക്കും നല്ലത്. സ്കൂളിൽ സമയം കിട്ടുന്നെങ്കിൽ പേപ്പർ കൊണ്ടുപോയി ചെയ്യും. പക്ഷെ നമുക്ക് തന്ന ക്ലാസ് അവർ കഴിഞ്ഞിട്ടല്ലേ നമുക്കത് എഴുതാനും പറ്റുള്ളൂ. റിസൾട്ട്, ഇവാലുവേഷൻ ഒക്കെ അപ്പോഴല്ലേ നമുക്ക് കിട്ടുള്ളൂ. അവിടെ കുട്ടികൾ ഇപ്പൊ ഞാൻ കേറിയതെന്ന് പറയാവോ? ആദ്യം എന്താ പറഞ്ഞത്? മാം ഒരു ഡൗട്ട് മോർ ദാൻ ചോദിക്കട്ടെ? 1 ആക്ടിവിറ്റി എഴുതാൻ പറ്റുമോ? മീൻസ് ലൈക്ക് ഇപ്പൊ ഒന്നല്ലാണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഒരു 5 hours ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പൊ 2 or 3 ഇതാണെന്നെങ്കിൽ നമുക്ക് എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യാല്ലേ? നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് അവിടെ മെൻഷൻ ചെയ്യാം. അതെ, ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ ആ കോളം ഒന്ന് വലുതാക്കിയിട്ട് 1, 2, 3, 4 ഇപ്പൊ 4 hours കയറി, ഓരോ അവറും കയറി ഓരോ ആക്ടിവിറ്റി ആണെങ്കിൽ 1, 2, 3, 4 ജാൻസി നമ്മള് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ ഓരോ ദിവസത്തെ റിപ്പോർട്ട് എഴുതുന്ന ഒരു ഫോമാറ്റ് പറഞ്ഞതാ, ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെ എഴുതണം എന്നുള്ളത് പറയുമായിരുന്നു. അതായിരുന്നു. ഓക്കെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ്. ഞങ്ങളിപ്പം ഇത് ട്രെയിനിങ്ങിന് പോകുമ്പോ സ്കൂൾ ടൈം രാവിലെ മുതൽ വൈകിട്ട് വരെയാണോ? അതാ ചില സ്കൂളുകളിൽ 1 hour മതി എന്ന് പറയും, ചിലർ 3 hours തരാന്ന് പറയും. ഡിപ്പെൻസ്, ആ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ പറയും ഫുൾ ഡേ ഇരിക്കണം എന്ന് പറയുവാണെങ്കിൽ അത് അവരെന്താണോ അവർക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇരിക്കാം. ചിലർ വന്നാൽ മതി എന്നായിരിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഡേ, മോർണിംഗ് മാത്രം, ആഫ്റ്റർനൂൺ മാത്രം, അങ്ങനെയൊക്കെ അത് സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ മാം നമ്മൾ ഒരു സ്കൂളിൽ തന്നെ ആയിരിക്കണമല്ലോ ഈ കംപ്ലീറ്റ് ചെയ്യേണ്ടത്? അതെ. ഓ ശരി മാം. ഞാൻ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പറയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കാർഡ്ബോർഡ് കിട്ടില്ലേ, നല്ല കാർഡ്ബോർഡ്. ഇപ്പം ചില പാക്കിംഗ് ഒക്കെ വരുമ്പോൾ അത് സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഒക്കെ കാണും. ആ കാർഡ്ബോർഡ് ഒക്കെ എടുത്തൊന്ന് സൂക്ഷിച്ചു വെക്കുക. പിന്നെ സീക്വൻസ്, കുറച്ച് സീക്വൻസ് ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക. അത് ഏതെങ്കിലും ഡ്രസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ പഴയ ക്ലോത്ത്, അതിപ്പോ ടൈലറിംഗ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറെ ബിഗ് പീസസ് പ്ലെയിൻ കിട്ടും, കളർഫുൾ ആയിട്ടുള്ളത് കിട്ടും. അതൊക്കെ കുറച്ച് കളക്ട് ചെയ്യുക. പിന്നെ ഈ വലിഞ്ഞു പോയ സോക്സുകൾ ഉണ്ടല്ലോ, ആ സോക്സുകൾ കളക്ട് ചെയ്ത് വെക്കുക. 4 or 5 സോക്സ് കളക്ട് ചെയ്യുക.
പിന്നെ സ്പഞ്ച്, നമ്മൾ സ്പഞ്ച് പപ്പറ്റ് ഉണ്ടാക്കില്ലേ, സ്പഞ്ച് ഇല്ലേ, സ്പഞ്ച് അത് വലിയ ബ്ലോക്ക് ആയിട്ട് കിട്ടില്ലേ സ്പഞ്ച് കയ്യിലിട്ട്, ആ ബ്ലോക്ക് ആയിട്ട് സ്പഞ്ച് കിട്ടുവാണെങ്കിൽ ആ സ്പഞ്ച് ഒന്നോ രണ്ടോ ഒന്ന് വാങ്ങിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ലൈക്ക് ഇപ്പം ചാർട്ട് പേപ്പർ നിങ്ങൾ യൂസ് ചെയ്ത് എന്തെങ്കിലും ചാർട്ട് പേപ്പർ അതിന്റെ വേസ്റ്റ് ഇപ്പൊ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ബിറ്റ് പീസസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ പഴയ തുണികളും ഇതുപോലെ കുട്ടികളുടെ ചെറിയ ഫ്രോക്കിന്റെ ഭാഗങ്ങളും നല്ല ഡിസൈൻ ഒക്കെ ഉള്ള ഫ്രോക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഇതിൽ നമുക്ക് വേണമെങ്കിൽ പപ്പറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് 10 പപ്പറ്റ്സ് ഉണ്ടാക്കാം. മാം, ഈ സ്പഞ്ച് പറഞ്ഞില്ലേ, അത് നമ്മുടെ ഈ എന്താ പറയാ, വെള്ളം വലിച്ചെടുക്കുന്ന ടൈപ്പ് ആണോ, അതോ ഈ നമ്മൾ പൂക്കളൊക്കെ കുത്തി വെക്കില്ലേ അതാണോ, അതോ നമ്മൾ ഈ പാത്രമൊക്കെ കഴുകുന്ന ടൈപ്പ് വെള്ളം പിഴിഞ്ഞ് അങ്ങനെ പോകുന്ന ടൈപ്പ് സ്പഞ്ചാണോ? വെള്ളം പിഴിഞ്ഞു പോകുന്ന, ലാസ്റ്റ് പറഞ്ഞ ഈ പാത്രം കഴുകുന്ന ഒരു തരം സ്ക്രബ്ബർ ഉണ്ടല്ലോ, ഒരു സൈഡില് റഫും ഒരു സൈഡില് സ്പഞ്ചും ആയിട്ടുള്ളത്, ആ ടൈപ്പ് സ്പഞ്ച് ബ്ലോക്ക് കിട്ടും. എങ്ങനെയാണോ ടീച്ചറെ ഹലോ മാം. ഡോൾസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുട്ടികളെ കാണിക്കാനായിട്ട് ഡോൾസ് ഉണ്ടാക്കൂലേ, കണ്ണും മൂക്കൊക്കെ കുത്തിവെച്ച്? അതെ, അത് തന്നെയാണ്. മാം ഈ പഴയ തുണി എന്ന് പറയുമ്പോൾ അവിടെ ഈ കട്ട് ചെയ്യുന്നതിന്റെ ബാക്കിയാണോ മാം പുതിയത് ഈ ബ്ലൗസ് ചുരിദാറൊക്കെ തയ്ക്കുന്നതിന്റെ? അങ്ങനെയുള്ള ബിറ്റ് പീസസ് കിട്ടുവാണെങ്കിൽ അത് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ ഇങ്ങനെ അവർക്ക് പാകാവാതായി നല്ല കളർഫുൾ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും പിക്ചറൊക്കെയുള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ കിട്ടുന്ന രീതിയിലുള്ളത് വേണം. ഇതല്ലേ മാം, ബട്ടർഫ്ലൈ ടെഡി ബിയറിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ഈ ക്ലോത്തുമ്മൽ ഉണ്ടാവൂലേ, ഡ്രസ്സിലൊക്കെ, അങ്ങനത്തെ അല്ലേ കളക്ട് ചെയ്യുന്നത്? അത് അല്ല, എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല, നമുക്ക് വേസ്റ്റ് ആയിട്ട് വരുന്ന എന്ത് കളക്ട് ചെയ്യണ എന്തിനാണ്? നമുക്ക് പപ്പറ്റ്സ് ഉണ്ടാക്കണം, ചെറിയ ചെറിയ പാവകള്. 10 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പപ്പറ്റ്സ് ഉണ്ടാക്കണം എന്നാണ് ശരിക്കും നിങ്ങൾക്ക്. 10 അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. മാം നമ്മൾ ആ ഫ്രോക്കിന്റെ അതിലുള്ള ആ പിക്ചേഴ്സ് വെട്ടിയെടുക്കണോ അതേ ഫ്രോക്ക് കളക്ട് ചെയ്ത് വെക്കണോ? അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏത് ഭാഗമായിരിക്കും നല്ലതെന്ന് അപ്പൊ ഒരു ഐഡിയ കിട്ടും. അപ്പൊ മതി, കട്ട് ചെയ്ത് വെക്കണ്ട. പിന്നെ പഴയ ഡോളൊക്കെ ഇങ്ങനെ നാശമായിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ മുടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്ത് വെക്കുക. കണ്ണൊക്കെ ഇങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ കണ്ണൊക്കെ ഉണ്ടെങ്കിൽ കണ്ണൊക്കെ എടുത്ത് വെക്കുക. ബട്ടൺസ് ഉണ്ടെങ്കിൽ ബട്ടൺ എടുത്ത് വെക്കുക. കാർഡ്ബോർഡ് പീസസ് വേണം. ചാർട്ട് പേപ്പർ കുറച്ച്, നിങ്ങളിപ്പോ ഈ കുറെ ചാർട്ട് പേപ്പർ ആക്ടിവിറ്റി ചെയ്തപ്പോ കുറെ കട്ട് ചെയ്ത് കുറെ ചാർട്ട് പേപ്പറിന്റെ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവും, അതൊക്കെ സൂക്ഷിച്ചു വെക്കുക. മാം, നമ്മൾ ഈ പപ്പറ്റ് ക്ലാസ്സിൽ റൂമിലാണോ ഉണ്ടാക്കുന്നേ? നമുക്ക് ക്ലാസ് റൂമിൽ ചെയ്യാം. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ലീഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. അതിന്റെ ഒരു ഐഡിയാസ് പപ്പറ്റ്സ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ഈ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മളൊരു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ ഈ പിക്ചറൊക്കെ ഒട്ടിച്ച്, അത് നമ്മൾ കൊണ്ടുപോകണോ മാം? രണ്ടാമതൊരു റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു മാം. നമ്മള് ആനിമൽസ് പിന്നെ ഫ്ലവേഴ്സ് ഇതിന്റെയൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലേ, അപ്പൊ ഞങ്ങളെ സ്കൂളിൽ ഈ റെക്കോർഡായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കുട്ടികളെയും കാണിക്കാനായിട്ട് പറ്റുമോ? എത്ര കുട്ടികൾ ഉണ്ടാവും ക്ലാസ് റൂമില്? ഒരു 20 പേരെങ്കിലും മിനിമം ഉണ്ടാവില്ലേ? അപ്പൊ അത്രയും കുട്ടികളെ ഈ റെക്കോർഡ് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അതിൽ നല്ലത് നമുക്ക് ചാർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചാർട്ട് കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പായിട്ട് മീൻസ് 20 പേരും കൂടെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അതേസമയം നമ്മൾ വലിയൊരു ചാർട്ടിൽ കാണിക്കുമ്പോൾ 20 പേർക്ക് ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. നമ്മുടെ ബുക്കിൽ പോകുമ്പോൾ നമുക്കൊരു 6 പേരെയൊക്കെ നമ്മുടെ ചുറ്റും കൂടി നിന്ന് കാണിക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരെ എൻഗേജ് ചെയ്യിക്കാൻ നമ്മൾ വേറെ ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ശരി മാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളൂ. റെക്കോർഡ് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റണം. ഇത്രയും ബാക്കിയുള്ള കുട്ടികൾ അവര് ഡിസ്റ്റർബ്ഡ് ആവും, ഓരോ ഒച്ചയെടുക്കും, അവര് അങ്ങനെ സംസാരിക്കും, അങ്ങനെയൊക്കെ വരും. ഓ ശരി മാം. മാം സെക്കൻഡ് റെക്കോർഡിൽ എഴുതേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് റെക്കോർഡേ കഴിഞ്ഞിട്ടുള്ളൂ, സെക്കൻഡ് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ റെക്കോർഡ് ക്ലാസ് റൂമിൽ തന്നല്ലോ. ഇട്ടുക്കണോ? അതെന്തൊക്കെയാണ് കംപ്ലീറ്റ് ആക്കണ്ടേ? 4 റെക്കോർഡ്സ് ഞാൻ തന്നു. ഞാൻ അതിനൊരു ഓരോ റെക്കോർഡിനായിട്ട് ഞാൻ ഡേറ്റ് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്കൊരു ഡിസംബറിനുള്ളിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ ഈ ബാക്കി 3 എണ്ണവും? സെപ്റ്റംബർ കഴിയാറായി, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസമല്ലേ? ഡിസംബറിനുള്ളിൽ കംപ്ലീറ്റ്. ഞാൻ ഓരോന്നിനും ഡേറ്റ് പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3 എണ്ണവും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ഇമാജിനേഷൻ ഒക്കെയാണ്. അപ്പൊ ചിലർക്ക് റൈംസ് എഴുതാനായിരിക്കും ഫസ്റ്റ് താല്പര്യം. അല്ലെങ്കിൽ നമ്മൾ റൈംസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സ്റ്റോറിയുടെ ഒരു ഐഡിയ മനസ്സിൽ വരുമ്പോൾ നമുക്ക് വേഗം ആ സ്റ്റോറി ബുക്കിലേക്ക്
അടുത്തത് എഴുതി വെക്കുക. അപ്പൊ അങ്ങനെ ഒരു ഓർഡർ ഇല്ല ഈ 3 റെക്കോർഡും. കിഡ്സ് ആക്ടിവിറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. ആ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ എപ്പോഴെങ്കിലും ഒരു പിക്ചർ കാണുമ്പോൾ ഇത് കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ കൊടുക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 3 റെക്കോർഡും പാരലലി ചെയ്യാം. കാരണം എന്ത് ഐഡിയ ആണോ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട്, ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇതുപോലെ പപ്പറ്റ്സിന് വേണ്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും പപ്പറ്റ്സ് ചെയ്യാൻ അറിയെങ്കിൽ ചെയ്യുക. ഗ്രൂപ്പിൽ തന്നെ അല്ല, ഗ്രൂപ്പിലല്ല, മീൻസ് നമ്മുടെ ക്ലാസ് റൂമിൽ മറ്റുള്ളവരെ ഒന്ന് പഠിപ്പിക്കുക. പിന്നെ ഗ്ലാസ് പെയിന്റിങ് അറിയാവുന്നവർ അത് ചെയ്യാനായിട്ട് നോക്കുക. കുറേ ആക്ടിവിറ്റീസ് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പട്ടം ഉണ്ടാക്കാൻ അതൊക്കെ അറിയാം. കൈറ്റ് മേക്കിംഗ് അറിയാലോ. കൈറ്റ് മേക്കിംഗ്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ ക്രാഫ്റ്റ്, പേപ്പർ കൊണ്ട് ഒറിഗാമി പോലെ എന്തെങ്കിലും ഷേപ്സ് ഉണ്ടാക്കുക. അത് 10 ഷേപ്സ് ആണ്. 10 ഷേപ്സ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഈ സ്നോഫ്ലേക്സ് അല്ലേ, പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന സ്നോഫ്ലേക്സ് അറിയില്ലേ ഈ സംഭവം? ക്രിസ്മസിന്റെ സമയമാകുമ്പോഴേക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും സ്നോഫ്ലേക്സ്. പിന്നെ ഗ്ലാസ് പെയിന്റിങ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആകുന്ന രീതിയിലുള്ള സയൻസ് എക്സ്പെരിമെന്റ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് കളർ മിക്സ് ചെയ്യുന്നത്, എന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ അത് കാണിക്കാം. കളർ കൊളാഷ് പോലെ. ഇപ്പം നമുക്ക് അതുപോലെ മറ്റേ നമ്മുടെ മഷിത്തണ്ടില്ലേ ടീച്ചറെ, അതെങ്ങനെ ഉജാലയിൽ മുക്കിയിട്ടിട്ട് അതിന്റെ കളർ ചേഞ്ച് വന്നത്. ഓ ശരി, ഓക്കെ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കേട്ടോളൂ എല്ലാവരും. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യൂ. ഫ്രൂട്ട് ഗ്യാദറിംഗ് ഈ ബൗളില് വെള്ളം വെച്ച് പറഞ്ഞൊരു വെള്ളം വെച്ചിട്ടെ അതുമെങ്ങനെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുള്ള ചൂണ്ടയിട്ട് മീൻ പിടി. അതൊരു മാഗ്നറ്റ് ആണ്. ഒരു ചെറിയ മാഗ്നറ്റ് പീസ് സംഘടിപ്പിച്ചിട്ട് ഈ താഴെ കിടക്കുന്ന മീനിനെ ഇതുമേ വലിക്കണം. മീനിന്റെ ഇത് വെട്ടിണ്ടാക്കിയിട്ട് മറ്റേ പ്ലാസ്റ്റിക് ഇല്ലേ നമ്മുടെ ഈ സ്ട്രോയുടെ ഒക്കെ പോലത്തെ വീതി കൂടി പ്ലാസ്റ്റിക് കിട്ടൂലേ നമുക്ക്. മനസ്സിലായി. അതുകൊണ്ട് മീനിന്റെ ആകൃതി വെട്ടി ഉണ്ടാക്കിയിട്ട് അതുമേ ഈ ഒരു മാഗ്നറ്റ് ഘടിപ്പിച്ച് ഒട്ടിച്ചു നോക്കണം. നമ്മുടെ കയ്യില് ഒരു വള്ളി ഉണ്ടാക്കിയിട്ട് അതുമേ ഒരു മാഗ്നറ്റ് ഒട്ടിച്ചു നോക്കണം. അപ്പൊ അങ്ങനെ ചൂണ്ടിടുമ്പോ ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്, നൈസ്. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒന്ന് ഓൺ ചെയ്തേക്കട്ടെ. പിൻ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ നമ്മള് ഒരു പിക്ക് വരച്ചിട്ട് അതിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു വൈറ്റ്. എന്നിട്ട് ഇതില്ലേ ഈ മീനിന്റെ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കും. എന്നിട്ട് കുഞ്ഞൊരു കണ്ടോ കാന്തത്തിന്റെ കഷ്ണം ഇത് ഇതേപോലെ ചൂണ്ടയിൽ കൊളുത്തി വെക്കും. ഇതിപ്പോ ഞാൻ റബ്ബർ ബാൻഡാണ് എടുത്തേക്കുന്നത്, കാരണം ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചൂണ്ട പോലെ ചെയ്യാൻ പറ്റും. കെട്ടിയത് വിട്ടുപോയി. ഇങ്ങനെ കണ്ടോ, ഇപ്പൊ ആ കാന്തം ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചു. ഇതേപോലെ എന്തെങ്കിലും മറ്റേ ഇതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ചോളും ഇങ്ങനെ വെച്ചിട്ട്.
വെരി ഗുഡ്. ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം അല്ലെ? ഫിഷിങ് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവർക്ക് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ കൂടി ഇഷ്ടമുണ്ടാവുമായിരിക്കും. ഫാമിലി ട്രീ ഉണ്ടാക്കാനായിട്ട് അത് വേണമെങ്കിൽ ചെയ്യിക്കാം. നിങ്ങളെല്ലാരും നിങ്ങളുടെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരുന്നു. ഈവൻ ഫോട്ടോസ് ഇല്ലെങ്കിൽ കൂടിയും നമുക്കത് എന്താ പറയാ, ആ ഒരു പൊസിഷനിൽ ഫാദർ മദർ അങ്ങനെ ആ ഒരു പൊസിഷനിലാക്കിയിട്ട് അങ്ങനെ വരച്ച് വെക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഫോട്ടോ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ കുറച്ച് പിന്നെ ജോമെട്രിക്കൽ ഷേപ്സ്, നമ്മുടെ 3D ഷേപ്സ് ഉണ്ടാക്കാം. ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ക്യൂബ്, സ്ക്വയർ, ക്യൂബോയിഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ളത് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു 10-15 ഡേയ്സ് കൊണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. 10-15 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാരണം ആഴ്ചയില് 2 ക്ലാസ് അല്ലേ നിങ്ങളുടെ വരുന്നുള്ളൂ എനിക്ക്. അപ്പൊ നമുക്ക് ആ ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഇത് ക്രിയേറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം ചെയ്യാം. അപ്പൊ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. ഗ്ലാസ് പെയിന്റിങ് അറിയാവുന്നവര് ഗ്ലാസ് പെയിന്റിങ് ചെയ്യാന്ന് ലീഡ് ചെയ്യാം. OHP ഫിലിമിലെ ഗ്ലാസ് പെയിന്റിങ് അറിയാമോ ആർക്കെങ്കിലും? ബോട്ടിൽ ആർട്ട്, യെസ്, ബോട്ടിൽ ആർട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. പേപ്പർ ക്രാഫ്റ്റ് എന്തെങ്കിലും, മുറിഗാമിയില് ഏതെങ്കിലും ഇപ്പം ബേർഡിനെ ഉണ്ടാക്കണതോ, എയ്റോപ്ലെയിൻ അങ്ങനെയുള്ള ബോട്ട് ഉണ്ടാക്കില്ലേ നമ്മള് പേപ്പറൊക്കെ വെച്ചിട്ട്, അങ്ങനെ അത് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചെയ്യിക്കാം. കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഓല വെച്ചിട്ട് നമ്മള് ബോളും കണ്ണടയും എന്തോ യെസ് അതൊക്കെ ചെയ്യാം. അതൊക്കെ നാച്ചുറൽ സംഭവങ്ങളല്ലേ ശരിക്കും. ഫാബ്രിക് പെയിന്റിങ് അറിയാം സിയ. ഓക്കെ സിയ, അത് ക്ലാസ്സിൽ ഒന്ന് ഒരു ദിവസം സിയ ഒന്ന് പ്രിപ്പയർ ആയിട്ട് എന്ന് പറ്റുന്നുള്ളതൊന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നമുക്കൊരു 20 മിനിറ്റ്സ് മതിയാവില്ലേ? മിസ് അപ്പൊ എങ്ങനെയാ, ഞാനിപ്പോ പെയിന്റ് ഞാൻ കാണിച്ചാൽ മതിയോ അത് മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എങ്ങനെയാ സിയ കാണിക്കുക. ആർക്കെങ്കിലും കൂടെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത്. ഓക്കെ ഓക്കെ. അങ്ങനെ ആവുമ്പോൾ കൂടെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കൂടെ ചെയ്യാലോ. ഇതെന്ന് പറഞ്ഞു കുറെ ഉണ്ട്, പക്ഷെ ജസ്റ്റ് ഒരു പിക്ക് കാണിച്ചു തരാന്ന് മാത്രമല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ ഒരു മെത്തേഡ് അറിയുമ്പോൾ നമുക്ക് ബാക്കി എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ആക്ച്വലി ഞാൻ ഫാബ്രിക് പെയിന്റിംഗ് രമ്യല്ലേ ഫാമിലി ട്രീ മോണ്ടിസോറി ബുക്ക് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് അവള്. ആണോ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ ഇതേപോലെ ആണ് ചെയ്യേണ്ടത്. രമ്യ ഒന്ന് പിൻ ചെയ്താൽ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റും. അത് മതി. അങ്ങനെ ആയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടുന്ന ടൈപ്പ് ആയാലും മതി. ഇതായാലും വെരി ഗുഡ്, കൊള്ളാം. എന്റെ മോളുടെ പിക്ചർ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തായിരുന്നത്. അവളുടെ ബർത്ത്ഡേയുടെ ഫോട്ടോ വെച്ചിട്ട് അത് നമ്മൾ ചുറ്റുപാട് ഡെക്കറേറ്റ് ചെയ്ത് ഫെബ്രി പെയിന്റ് ആഡ് ചെയ്ത് പിന്നെ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരെണ്ണം അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. ക്ലാസ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് എടുക്കുന്നവരെ കുറച്ച് മെസ്സേജ് വന്നത് ഞാനൊന്ന് നോക്കുവാണേ. ബിനിഷ, ഓക്കെ. ക്ലാസ് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് എടുക്കുന്നവരെന്ന് പറയുമ്പോ കുഴപ്പമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് വൈവയ്ക്ക് വരുമ്പോ നമുക്ക് ആരൊക്കെ അങ്ങനെയൊക്കെ പോകുന്നതിന് ഒരു ഐഡിയ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ജസ്റ്റ് ആ ഇന്റേൺഷിപ്പിന് പോകുമ്പോ ഒന്ന് കീപ് ഇൻ ടച്ച്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കൊള്ളൂ കേട്ടോ. നിങ്ങളുടെ മൊഡ്യൂൾ 1 എക്സാമിന് വേണ്ടിയിട്ട് മിക്കവാറും ഒക്ടോബർ പകുതി കഴിയുമ്പോഴേക്കും മൊഡ്യൂൾ 1 എക്സാം ഉണ്ടായിരിക്കും. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പം ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ്. പിന്നെ ഓൺലൈൻ ലൈവ് ആയിരിക്കും എക്സാം. മോക്ക് ടെസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും പോയി അറ്റൻഡ് ചെയ്യുമല്ലേ ചെയ്യുന്നത്. ഇതൊരു ടൈം പറയും, ആ ടൈമിൽ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. പിന്നെ എക്സ്ട്രാ ടൈം തരുമായിരിക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം. പിന്നെ വീഡിയോ ഓൺ ചെയ്യേണ്ടവരും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക് പോകാം.
വേറൊന്നുമില്ല. എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് ഇപ്പൊ വന്നപ്പോ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാനും? നിങ്ങളുടെ മോക്ക് ടെക്സ്റ്റ് ഇല്ലേ അതുപോലെ തന്നെയാണ്. ഞാൻ ഇട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ട. വൺ വേർഡ് പോലെയല്ല ഇത്, അങ്ങനെ വൺ വേർഡ് അല്ലെങ്കിൽ പാരഗ്രാഫ് പോലെ എഴുതാനൊക്കെ ഉണ്ടാവില്ലേ? ഇല്ല, എങ്ങനെയാണോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതിയ അതുപോലെ തന്നെയായിരിക്കും ടേം എക്സാം, എല്ലാ എക്സാം. MCQ അല്ലേ മാം? MCQ ആണ്, 4 ഓപ്ഷൻസ് ആ രീതിയിൽ വരുന്നത്. നമ്മൾ പഠിച്ച കണ്ടന്റിൽ നിന്ന് തന്നെയായിരിക്കും. ഇത്തിരി വ്യത്യാസമായിട്ടെന്ന് പറയാനായിട്ട് ചില ക്വസ്റ്റ്യൻസ് വരും. ലൈക്ക് ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ എഴുതി ഞാൻ വായിക്കാം. ഇഫ് എ പേഴ്സൺ ഈസ് ഹാവിംഗ് ഹെഡേക്ക് വിത്തൗട്ട് എനി ഫിസിക്കൽ ഇൽനെസ് then he will be undergoing options: fever, diarrhea, tension, none of this. ടെൻഷൻ. യെസ്, ഞാൻ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരാൾക്ക് ഭയങ്കര ഹെഡേക്ക്, അയാൾക്ക് വേറെ ഫിസിക്കൽ ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല. അപ്പൊ എന്തായാലും എന്തുകൊണ്ടാണ് ആ ഹെഡേക്ക് വന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ കണ്ടന്റ്. അപ്പൊ ഫീവർ, ശാരീരികമായ ഇൽനസ് ഇല്ല എന്ന് പറഞ്ഞു. സോ ഫീവർ അല്ല, ഡയറിയ അല്ല. ടെൻഷൻ വരുമ്പോ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും അല്ലെ? അതുപോലെ തന്നെ ചിലപ്പോ വയറുവേദനയായിരിക്കാം, ചിലപ്പോ സെറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് കാണും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ക്ലിയർ ആയോ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മെന്റൽ ആക്ഷന്റെ റിഫ്ലക്ഷൻ നമ്മളുടെ ഫിസിക്കൽ ആക്ഷനിൽ കാണാമെന്നുള്ള രീതിയിൽ അല്ലെ? നമ്മൾ ടെൻഷൻ വന്നപ്പോ നമ്മളുടെ ശരീരത്തിന് ഒരു ഭാഗത്തൊരു പെയിൻ വന്നു. മെന്റൽ റിഫ്ലക്ഷൻ, ഫിസിക്കൽ റിഫ്ലക്ഷൻ ആ മെന്റൽ കാരണം ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ റിഫ്ലക്ഷൻ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ. പിന്നെ പേപ്പറിൽ ഇങ്ങനെ ABC അടയാളപ്പെടുത്താണോ വേണ്ടത്? നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ ഓരോ ലെസൺ കഴിയുമ്പോൾ? അതുപോലെ തന്നെയായിരിക്കും എക്സാം. നമ്മളിപ്പോ ഒരു പേപ്പറിലാണല്ലോ ആൻസർ ഷീറ്റിലല്ലേ ചെയ്യാം. അപ്പൊ നമ്മൾ ഓൺലൈൻ ആണ്, ഗൂഗിൾ ലിങ്ക്, സെയിം അതേ മെത്തേഡ്. ക്വസ്റ്റ്യൻ 100 ഉണ്ടാവുന്നേ ഉള്ളൂ. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ആയിട്ടാണ് 100? അല്ലല്ല, നമ്മളുടെ മോഡ്യൂൾ 1 ഇംഗ്ലീഷ് വരുന്നില്ലല്ലോ, മോഡ്യൂൾ 2 അല്ലേ ഇംഗ്ലീഷ്. ടൈം മാനേജ്മെന്റ് ഉണ്ടോ മാഡം? 1 അവറും ഒരു 15 മിനിറ്റ്സും കൂടെ തരും തോന്നുന്നു. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ പലപ്പോഴും വരാലോ. അപ്പൊ അതുകൊണ്ട് ടൈം തരുന്നു, എക്സ്ട്രാ കൊടുത്തിരുന്നു. മൊഡ്യൂൾ 1 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? മോഡ്യൂൾ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് കുറേശ്ശായിട്ട് ഓരോ യൂണിറ്റ് ആയിട്ട് പഠിക്കാനോ, അതുകൊണ്ട് പറഞ്ഞു മാത്രം. ഞാൻ അതുപോലെ ഇൻഡയറക്റ്റ് എന്ന് പറയാനുള്ള രീതിയിൽ വന്ന ക്വസ്റ്റ്യൻ മാത്രം പറയാം. ബാക്കിയെല്ലാം കണ്ടന്റ് റിലേറ്റഡ് ആണ്, എല്ലാം കണ്ടന്റ് പോലെ തന്നെയാണ്. ഡാഷ് വാക്സിനേഷൻ ഈസ് ഗിവൺ സൂൺ ആഫ്റ്റർ ബർത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് അമ്മമാർക്ക് അല്ലെ? ഏത് വാക്സിനേഷൻ ആണ് ജനിച്ച ഉടനെ കൊടുക്കുന്നത് എന്നുള്ളത്? TT, BCG, MMR, ടൈഫോയിഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അത് നല്ല പോലെ ഞാൻ തന്ന ആ ഒരു PDF നോക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കണ്ടന്റിൽ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഹൂ നീഡ് PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ഓപ്ഷൻ: പീപ്പിൾ ഹൂ മേ ഹർട്ട് themselves, people who may hurt others, people with substance abuse problems. 4ാമത്തെ ഓപ്ഷൻ all of the above. ഈ പറഞ്ഞ എല്ലാവർക്കും വേണം ആ രീതി. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PFA ആർക്കാണ് കൊടുക്കണ്ടേ എന്നുള്ളത് അതായിരുന്നു ഓപ്ഷൻസ്. അത് പിന്നെ അതുപോലെ തന്നെ ഇഫ് യു ആർ പ്രൊവൈഡിങ് PFA ഇൻ എനി സിറ്റുവേഷൻ, നിങ്ങൾ എവിടെയെങ്കിലും PFA കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന്, ദെൻ യു ഷുഡ് ബി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ജഡ്ജ്മെന്റൽ, made promises, patient and calm, talked about your own story. ഇതാണ് ഓപ്ഷൻസ്. ഇതൊന്നും പാടില്ല എന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ പ്രോമിസസ് കൊടുക്കരുത്, അവർക്ക് സത്യം കൊടുക്കരുത്, ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യരുത്. പിന്നെ നമ്മളുടെ കാര്യം
പറയരുത്. അതായത് ചില ആളുകൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ലേ, ഓ ഞാനൊക്കെ ഇതിനും വലിയ സിറ്റുവേഷനിലൂടെ കടന്നുപോയി, ഞാനൊക്കെ വളരെ ഇതായിട്ട് ധൈര്യത്തോടെ നേരിട്ടു. അങ്ങനെ ഒരിക്കലും വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് നമ്മൾ പറയരുത്. നമുക്ക് പഠിക്കാൻ മാത്രമല്ല, നമ്മളത് ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കുഞ്ഞ് വന്ന് കരഞ്ഞോണ്ടൊരു കാര്യം നമ്മളോട് പറയാ, അയ്യേ നീ ഇതിനാണോ കരയുന്നത്, ഇതിലും വലിയ പ്രശ്നം വന്നിട്ട് അങ്ങനെ ഒരു കാര്യത്തിലും പറയരുത്. വി ഷുഡ് റെസ്പെക്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. നമ്മൾ അവരുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യണം, അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു എമ്പതി നമ്മളിൽ നല്ല രീതിയിൽ വന്നാൽ മാത്രമാണ് നമ്മൾ ആ രീതിയിൽ അവരോട് നമ്മളുടെ ഓൺ സ്റ്റോറി പറയില്ല, നമ്മൾ ജഡ്ജ് ചെയ്യില്ല. ഓക്കെ മിസ്, ഒക്ടോബറിലെ എക്സാം കഴിഞ്ഞ ഫൈനല്, അത് പിന്നെ എക്സാം ഉണ്ടാവില്ലല്ലോ മൊഡ്യൂൾ 1? ഓരോ മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം ഉണ്ടാവും. എക്സാം അല്ലേ? ഓക്കെ, താങ്ക് മാം, അതുപോലെ തന്നെ ഈ നമുക്ക് ഓപ്റ്റിക്സിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും ആവർത്തിക്കണ്ടാവോ ഈ എക്സാമിനും? ഇല്ലില്ല, റിപ്പീറ്റ് ചെയ്യാതെ നോക്കും മാക്സിമം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് മാറ്റിയെങ്കിലും തരും. പിന്നെ എന്തോ സ്കോർ ചെയ്യേണ്ട മാർക്ക് ഉണ്ടോ? ഇത്ര മാർക്ക് വേണമെന്നുണ്ടോ പാസ് ഔട്ട് ആവാൻ? 48 ആണോ 45 ആണെന്ന് തോന്നുന്നു പാസ്. മാമി, ഞങ്ങൾക്ക് ഇതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തരാൻ പറ്റുമോ? ക്ലാസ് റൂമിൽ ഇടാൻ പറ്റുമോ? മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ലെസൺ കഴിയുമ്പോൾ വരുന്നില്ലേ, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അല്ല, അത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബുക്കിനകത്ത് സെപ്പറേറ്റ് എഴുതി ഓരോ എക്സാം കഴിയുമ്പോഴും ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇപ്പൊ കുറച്ചുകൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലേ PDF ചില സമയത്ത് കംപ്ലീറ്റ് വായിക്കാൻ ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും ചിലപ്പോഴേക്കും. മെയിൻ എക്സാമിന് മാത്രമേ ഉള്ളൂ മോഡൽ എക്സാം. മോഡൽ എക്സാം നിങ്ങൾ ചെയ്യും, അതിനുശേഷം മെയിൻ എക്സാം. എല്ലാ കോഴ്സിനും അങ്ങനെയാണ്. മോഡൽ എക്സാം ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ, കണ്ടന്റ് കഴിയുമ്പോൾ ചെയ്ത മോക്ക് ടെസ്റ്റുകൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ തരുന്നത് കൊണ്ട് നമുക്ക്, കാരണം നമ്മൾ അങ്ങനെ ഓരോ മോഡ്യൂളിനും മോഡൽ എക്സാം തരുവാണെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മെയിൻ എക്സാമിന് എല്ലാ മൊഡ്യൂളും ഒരുമിച്ച് അങ്ങനെയാണോ? അതോ ഈ കഴിഞ്ഞ മൊഡ്യൂൾസ് തന്നെ മെയിൻ എക്സാമിന് ഫുൾ ആയിട്ട് അങ്ങനെയാണോ? മെയിൻ എക്സാമിനെ പറ്റി ഇപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാൻ പറ്റില്ല. ചിലപ്പോ പേപ്പർ വൈസ് ആണോ, പേപ്പർ 1 പേപ്പർ 2 അങ്ങനെയാണോ എന്ന് അറിയില്ല, അത് പറയും. അതല്ല മാം, ഇപ്പൊ നമ്മൾ ഈ മൊഡ്യൂൾ 1 ഇപ്പൊ എക്സാം ചെയ്താലോ, ഫൈനൽ എക്സാം ആ മൊഡ്യൂളും ഉണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉണ്ടാകും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെയിൻ എക്സാമിന് എന്താ മാർക്ക്, എങ്ങനെയായിരിക്കും മാർക്ക്, എത്രയായിരിക്കും? അത് 100 മാർക്സും പിന്നെ 20 മാർക്സ് പ്രാക്ടിക്കൽ, അങ്ങനെ 120 മാർക്സ് ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെ ആയിരിക്കാം ചിലപ്പോ. 3 മാർക്ക് കൺസിഡർ ചെയ്യുമോ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒക്ടോബറിൽ ചെയ്യുന്ന എക്സാമിന്റെ മാർക്കും അതിനകത്ത് കൺസിഡറേഷൻ ചെയ്യുമോ? എക്സാമിന്റെ മാർക്ക് മാത്രമേ എടുക്കത്തുള്ളൂ? അതിന്റെ കറക്റ്റ് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് മീൻസ് ഞങ്ങൾ പഠിക്കുമ്പോ അങ്ങനെ ഇല്ലായിരുന്നു. മെയിൻ എക്സാമിന്റെ മാർക്ക് ആയിരുന്നു കേട്ടോ നമ്മളുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്നത്. മാം, പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഈ റെക്കോർഡ് അതൊക്കെ കാണിക്കലാണോ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്? വൈവ, നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെല്ലാം ഒരു മാർക്ക് ഉണ്ടാവും, പിന്നെ വൈവയ്ക്ക് മാർക്ക് വേറെ, അങ്ങനെ ആണ് പ്രാക്ടിക്കൽസിന്റെ വരുന്നത്. വൈവ എങ്ങനെ? ഓറൽ നമ്മളിപ്പോ ഓൾറെഡി സബ്മിറ്റ് ചെയ്യുന്നതുണ്ടല്ലോ, ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാം എന്നിട്ട് ഇതിനകത്ത് വരത്തില്ലേ മാർക്ക്? അതെല്ലാം വരും. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മൾ എക്സാമിന് ഫെയിൽ ആയി പോയാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലല്ലോ? റീടെസ്റ്റ് ഉണ്ടാവും, റീ എക്സാം ഉണ്ടാവും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാന്നുള്ളത്. ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരു കോഴ്സിനും അത് കിട്ടില്ല. ഓക്കെ മാം. മാം, ഒരു ഡൗട്ടാണ്. നമ്മളിപ്പോ മോഡ്യൂൾ 1ന്റെ എക്സാം ഈ മന്ത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മോഡ്യൂൾ 2നും 3യും 4 ഒക്കെ ഇതുപോലെ നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ എക്സാം ഉണ്ടാവും. ഇതെല്ലാം കൂടിയായിട്ട് ഫൈനൽ എക്സാമിൽ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരും? മീൻസ് അങ്ങനെ ഒരു എക്സാം ഉണ്ടോ? ഉണ്ട്, ഫൈനൽ എക്സാം. അതാണ് മെയിൻ എക്സാം. മെയിൻ എക്സാം. അതിന് മുമ്പ് ഒരു മോഡൽ എക്സാം ഉണ്ടാവും.
മാം നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം 100-ന്? എനിക്ക് 45 ആണെന്ന് തോന്നുന്നു പാസ് മാർക്ക്. 40ക്ക് താഴെ വന്നവരൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. എന്തോ മാം ആരെങ്കിലും മുമ്പ് ഇതുപോലെ ഫെയിൽ ആയിട്ടുണ്ടോ? നിങ്ങളുടേത് സെക്കൻഡ് ബാച്ച് ആണ്. ഫസ്റ്റ് ബാച്ചിന്റെ അത് ഫെബ്രുവരിയിലേ കഴിയുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മോഡ്യൂൾ 1ന്റെ എക്സാം എഴുതിയപ്പോ ഒരു 3-4 സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഫുൾ ലിസ്റ്റ് നോക്കിയപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ക്ലാസ്സിൽ കയറാതിരിക്കുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണാതെ വരുമ്പോഴാണ് ഇവർക്ക് ഒരു ഐഡിയ ഇല്ലാത്തത്. എന്താ സംഭവിക്കണേന്ന് അറിയാതെ വന്ന് എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും ഫെയിൽ ആവേണ്ട കാര്യമില്ല. ഞാനിപ്പോ വായിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ടിട്ട് അത് ടഫായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ കേട്ടതും പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ഇതുപോലെ ക്ലാസ് ശ്രദ്ധിക്കാതെ, മീൻസ് ലൈവ് തന്നെ വരണം പറ്റാത്തവരുണ്ടാവും, പക്ഷെ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവരുണ്ടാവുമല്ലോ, അവരെല്ലാം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒട്ടും ക്ലാസ് ഒത്തിരി ബാക്കിലായി പോയവരാണ് ഫെയിൽ ആയിരിക്കുന്നത്. 3-4 പേരെ ഫെയിൽ ആയുള്ളൂ. ഒരു എത്രയോ 70-80 പേരെന്തോ എഴുതിയതില്. ഫൈനൽ എക്സാമിന് എത്ര പെർസെന്റേജ് സ്കോർ ചെയ്യണം ജയിക്കാനായിട്ട്? 40% ആണോ 45 ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയാൻ കാരണം 40-ൽ താഴെ മാർക്ക് വന്നവര് ഫെയിൽ ആണ്. മാം ഇതില് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് അങ്ങനെ ഇതിടോ നമുക്ക് സർട്ടിഫിക്കറ്റില് അങ്ങനെ കൊടുക്കുമായിരിക്കും. പെർസെന്റേജ് ആണോ? പെർസെന്റേജ് ഉണ്ടാവും. ഇതുപോലെ ക്ലാസ് ഡിവിഷൻ കൊടുക്കുമായിരിക്കും. അത് ഇതുവരെ അവർ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എക്സാം ഉണ്ടാവുമോ? റീടെസ്റ്റ് കൊടുക്കാറുണ്ട് വേറെ കോഴ്സുകൾക്ക്. ഇതിന്റെ കാര്യം എനിക്കറിയില്ല. സോറി, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തിനു ഫെയിൽ ആവുന്നതിനെ പറ്റി ചിന്തിക്കുന്നത്? ഫെയിൽ ഒന്നും ആവില്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചോദിച്ചോട്ടെ, പിന്നെ ഈ PG ഡിപ്ലോമ ചെയ്യുന്നവർക്ക് 2 മൊഡ്യൂളും കൂടെ അധികം ഉണ്ടല്ലോ. അതെ. അപ്പൊ അന്നേരം അവർക്കും മറ്റേ അതിന് മുൻപ് പൂർത്തിയാക്കുന്നവർക്ക് തമ്മിൽ രണ്ട് ടൈമിലായിരിക്കും എക്സാം, മെയിൻ എക്സാം. അത് മെയിൻ എക്സാം മേ ബി ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ, മീൻസ് കണ്ടന്റ് വേറെ ആയതുകൊണ്ട് എന്താ ചോദിച്ചത്? മിക്കവാറും ചിലപ്പോ ആയിരിക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുമല്ലോ. പുതിയ ബാച്ചുകൾ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോവാത്തോണ്ട്, ഇപ്പൊ ഒരു ബാച്ച് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇങ്ങനെയാകും എന്നുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്ന കമ്പൈൻഡ് ആയിട്ടല്ലേ, അതുകൊണ്ടാണ്. PG ഡിപ്ലോമ അല്ലാത്തവരെല്ലാരും കമ്പൈൻഡ് ആയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പൊ ഡിപ്ലോമക്കാർക്ക് ആ സമയം ആകുമ്പോഴേക്കും ആക്ടിവിറ്റീസ് വരും. അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പല ക്ലാസ്സിൽ ചെയ്യുന്ന പല ആക്ടിവിറ്റീസ് നിങ്ങൾ ആ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. PGക്കാര് പാരലലി തിയറിയുടെ കാര്യം നോക്കണം, ഈ ആക്ടിവിറ്റീസ് നോക്കണം. ഒറ്റ പേപ്പർ എക്സാം ഉണ്ടാവുള്ളൂ. അത് പേപ്പർ ബൈ പേപ്പറായിട്ട് തിരിക്കണോ എന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മൊഡ്യൂൾ 1ന്റെ മൊഡ്യൂൾ 1 ഒറ്റ എക്സാമേ ഉള്ളൂ. 3 ടീച്ചേഴ്സ് അല്ലേ എടുക്കുന്നത്. ഞാൻ, ശരണ്യ, അശ്വതി, ഞങ്ങൾ 3 പേരും കൂടെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒറ്റ പേപ്പർ. ഇംഗ്ലീഷിന്റെ എങ്ങനെയായിരിക്കും ടീച്ചറെ? ഇംഗ്ലീഷിന്റെ എങ്ങനെയായിരിക്കും എക്സാം വരിക? ആഡ് ചെയ്താണോ ഇതിലൂടെ തന്നെ? ഇംഗ്ലീഷ് മോഡ്യൂൾ 2 അല്ലേ? ആ മോഡ്യൂൾ 2 മാത്രമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ടാകുമായിരിക്കാം. പക്ഷെ ഫൈനൽ എക്സാമിൽ അതും കൂടെ ചിലപ്പോ ആഡ് ചെയ്ത് വരുമായിരിക്കും. അങ്ങനെ ആയിരിക്കും മിക്കവാറും. മാം നേരത്തെ മാം ഈ പപ്പറ്റിന്റെ സംഭവം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിന്റെ ലിസ്റ്റ് എന്തൊക്കെയാണ് വാങ്ങണ്ടെന്നുള്ള ലിസ്റ്റ് മാം ഇടോ, ക്ലാസ് റൂമിൽ ഇടോ? ഞാൻ ഇടാം. ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഞാന് നോട്ട് ചെയ്യാൻ പറ്റിയില്ല, നേരത്തെ കുട്ടികൾ ബഹളായതുകൊണ്ട് ഒക്കെ കേട്ടു, പക്ഷെ നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ മാം ക്വസ്റ്റ്യനെയർ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ പാരന്റ്സിനോട് ചോദിക്കേണ്ടത്, അതും കിട്ടിയിട്ടില്ല. എനിക്ക് സമയക്കുറവ് ഭയങ്കര പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ മാമിന് റെക്കോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുമ്പോ വായിക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ സാറ്റർഡേ ഫ്രൈഡേ വാങ്ങാനായിട്ട് പോയപ്പോ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പറൂര് ഒരു ഓഫീസ് ഉണ്ട്, ആ ഓഫീസിൽ എത്തിക്കാന്നാ പറഞ്ഞത്. ഞാൻ അവിടെ ചെന്നപ്പം അതവിടെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഞാൻ നെക്സ്റ്റ് വീക്ക് വാങ്ങിച്ചോളാം. അപ്പം
നിങ്ങൾക്ക് കുറച്ച് പോർഷൻസും കൂടെ കവർ ചെയ്യാനുണ്ടല്ലോ, അപ്പൊ ആ ഒരു വീക്കും കൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ടീച്ചേഴ്സിന് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോ ലൈക്ക് അതായിരുന്നു. പിന്നെ മെറ്റീരിയൽസ് വാങ്ങാൻ ലിസ്റ്റും വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ റെക്കോർഡിനകത്ത് ആ കംപ്ലീറ്റ് മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് അപ്പൊ അതൊക്കെ കൂടിയായിരുന്നു അങ്ങനെ വെച്ചത്. നെക്സ്റ്റ് വീക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ 6th യൂണിറ്റ് ആയിരുന്നു അല്ലെ, സൊസൈറ്റി ഓഫ് കൊഫിഷ്യൻ. നെക്സ്റ്റ് 7th യൂണിറ്റ് അത്യാവശ്യം വലിയൊരു യൂണിറ്റ് ആണ് ഈ ഒരു പാർട്ട് 3-ലെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അതായത് ഒരു മോണ്ടിസോറി ക്ലാസ് റൂം, ഒരു മോണ്ടിസോറി സ്കൂളിൽ നിന്നൊന്നും അറിയാം മോണ്ടിസോറി പറയാറില്ല, കാസ ഡെ ബാംപിനി എന്നാണ് പറയാറ്. കാസ ഡെ ബാംപിനി എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്, കുട്ടികളുടെ വീട്. ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് ആണ്, ചെറിയൊരു പ്രപഞ്ചം യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഓൾറെഡി ഒരു മിനിയേച്ചർ യൂണിവേഴ്സിലെ ആക്ടിവിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് അവര് ആ ഒരു 6 years വരെയല്ലേ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവരുണ്ടാവുള്ളൂ. പിന്നെ അവർ വേറെ സ്കൂളിലേക്ക് മാറുവാണല്ലോ. അപ്പൊ പിന്നീട് അവർ പോകുമ്പോൾ അവർക്കൊന്നും ഒരു അപരിചിതത്വം ഉണ്ടാവില്ല. ദേ ന്യൂ എവരിത്തിങ്. കാരണം ഒരു മിനിയേച്ചർ യൂണിവേഴ്സിൽ നിന്ന് അവർ പുറത്തെ യൂണിവേഴ്സിലേക്ക്, റിയൽ വേൾഡിലേക്ക് അവർ ഇറങ്ങുമ്പോൾ അവർക്ക് എല്ലാം പരിചിതം. അപ്പൊ ആ മിനിയേച്ചർ യൂണിവേഴ്സ് മോണ്ടിസോറി എങ്ങനെയാണ് പ്രിപ്പയർഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഞാനതൊന്ന് ഷെയർ ചെയ്യട്ടെ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആയിരിക്കും. അവിടെ കുട്ടികൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് വരാത്ത, അതായത് നമ്മളുടെ സാധാരണ ഒരു കൺവെൻഷണൽ ട്രഡീഷണൽ സ്കൂള് പോലെ അടച്ച റൂമുകളൊന്നുമല്ല. ക്ലാസ് റൂംസ് എല്ലാം, വിൻഡോസ് എല്ലാം ചില സമയത്ത് അടയ്ക്കും, അല്ലെങ്കിൽ ഡോറെല്ലാം അടയ്ക്കും. അങ്ങനെയാണല്ലോ സാധാരണ സ്കൂളുകളിൽ. അങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസ് കാണില്ല. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഫർണിച്ചറും അതുപോലെ രീതിയായിരിക്കും. കാരണം ഇടയ്ക്കുള്ള ഈ ചെറിയ ഭിത്തികൾ വരെ സ്മോൾ സൈസ് ആയിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും. അപ്പൊ ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ മ്യൂസിക് കോർണർ ഉണ്ടാവും. പിന്നെ ഈ ചിൽഡ്രൻസ് ഹൗസ് അല്ലെങ്കിൽ ഈ മോണ്ടിസോറി ക്ലാസ് റൂമുകളും അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളും പുറത്ത് കോർട്ട്യാർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരാന്തകൾ ഉണ്ടാവും. കുട്ടികൾക്ക് വളരെ ഫ്രീ ആയിട്ട് ആ വരാന്തയിലൂടെ നടക്കാനായിട്ട് പറ്റും ആ രീതിയിൽ. പിന്നെ അവര് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ, പിന്നെ സ്ലീപ്പിംഗ് ഉറങ്ങാനായിട്ട് ഏരിയ, പിന്നെ എല്ലായിടത്തും മാറ്റ് ഉണ്ടാവും. നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റ്. അപ്പൊ നിലത്ത് ഫ്ലോറിൽ അവർ ഇരിക്കില്ല, അവർ മാറ്റിലായിരിക്കും അവർ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെയർസ് ഉണ്ടായിരിക്കും. ഈ യൂസ് ചെയ്യുന്ന ഫർണിച്ചർ എല്ലാം തന്നെ നാച്ചുറൽ ആയിരിക്കും, ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് കൊണ്ട് ഉണ്ടാക്കുന്നത് എല്ലാം നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത മെറ്റീരിയൽസ് ആയിരിക്കും ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്നത്. പിന്നെ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും, കുട്ടികൾക്ക് കയ്യില് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ഈ ഒരു ടൈമില് കുട്ടികളുടെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോ സ്കിൽസ് അത് നല്ല പോലെ ഇംപ്രൂവ് ആവും. അതായത് അവരുടെ ഹോൾഡിംഗ് കപ്പാസിറ്റി, അവർക്ക് പിക്ക് ചെയ്യാൻ ഒരു സാധനം താഴെ ഇരിക്കുന്നത് എടുക്കാൻ പറ്റും. പിന്നെ എല്ലാം ഷെൽഫുകളിൽ നല്ല പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ വൺസ് ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് ആ ഷെൽഫിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഹൈറ്റിലായിരിക്കും ഷെൽഫുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ വരുന്നത്. ഇത് വായിച്ചു തുടങ്ങാം. ആർക്കെങ്കിലും വായിക്കാൻ റീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഇച്ചിരി വലിയൊരു ലെസണാണ്, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക്
വായിക്കാനായിട്ടുണ്ട്. നമുക്ക് എനിവൺ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ വായിച്ചു. മെറ്റീരിയൽ ഒന്ന് എടുക്കട്ടെ. Oh, yes, please. Montessori prepared environments. To help the little ones in their constructive work, we have to create a place where sensitive periods, human tendencies, and planes of development are all being watched. A place where each child works at their own rate as per to their own interest. The Montessori prepared environment is perfect, which improves the children's inner discipline, concentration, belief in themselves, and belief in each other. They evolve a sense of responsibility and admiration for the world and the things and people within it. A real Montessori environment helps the child in the construction of their own life, a fulfilled life that is a part of the greater good. Montessori was of view that a Montessori environment should be a loving area, that teachers should watch children and make needful changes to the environment to suit the children's requirements. The Montessori environment should be a nourishing place to meet the child's requirements for self-concentration. All barriers to the child's development should be taken away from the environment. It should be not. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി കാണും ഈ ഒരു പാരഗ്രാഫ് വായിച്ച് വിചാരിച്ചത്. നല്ല ക്ലാരിറ്റിയോടുകൂടെ തന്നെ വായിച്ചു. ഈ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് യാതൊരു തടസ്സങ്ങളും ഇല്ല. അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഇംപ്രൂവ് ആകുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അതിന് പറ്റുന്ന തടസ്സങ്ങളൊന്നുമില്ല. അവർക്ക് കോൺസെൻട്രേഷനോട് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ടീച്ചർ എന്നുള്ള ആ വേർഡ് നമ്മളങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നാക്കുകയാണ്. അപ്പൊ നിങ്ങൾ റീഡ് ചെയ്യുമ്പോഴൊക്കെ ടീച്ചർ എന്ന് വരുന്നിടത്തൊക്കെ ഫെസിലിറ്റേറ്റർ എന്ന് വായിക്കുക. അത് കട്ട് ചെയ്ത് ടീച്ചർ എന്നുള്ളത് മാറ്റി ഫെസിലിറ്റേറ്റർ ആക്കുക. നമുക്ക് ടീച്ചർ അല്ല വേണ്ടത്, ഇവിടെ ഫെസിലിറ്റേറ്റർ ആണ്. ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ചിൽഡ്രൻ. വാച്ച് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വഴക്ക് പറയാനോ ഫോഴ്സ്ഫുള്ളി അവരെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കാനോ അല്ല, അവരെ ഒബ്സർവ് ചെയ്യുക. അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ചിലപ്പോ ചില കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റിൽ ചില കുട്ടികൾക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ പറ്റുന്നില്ലെങ്കിൽ എൻവയോൺമെന്റിലാണ് ചേഞ്ചസ് വരുത്തുന്നത്, അല്ലാണ്ട് കുട്ടിയിലല്ല മാറ്റം വരുത്തുന്നത്. ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞൊരു കുട്ടിയാണ്, അവനൊരു സ്റ്റെപ്പ് കയറാൻ ഇച്ചിരി വിഷമം. സോ അവിടെ അവന് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു ബ്ലോക്കോ എന്തെങ്കിലും ഇട്ട് വെക്കും. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ചെയറിൽ അവന് ഇരിക്കാൻ പറ്റുന്നില്ല. സോ അവന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെയർ അവിടെ വെക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവനെ പിടിച്ചിരുത്തുവോ, അവൻ തന്നെ അതിൽ കയറിയിരിക്കണം. അപ്പൊ അവൻ തന്നെ ശ്രമിച്ചപ്പോ ആ ചെയറിലേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മേക്ക് ഹിം കംഫർട്ടബിൾ വിത്ത് അനദർ ചെയർ. വേറൊരു ചെയർ, അവന് പറ്റുന്ന രീതിയിലുള്ള ചെയർ ആ പ്ലേസിൽ വെക്കുക. സോ അവൻ വളരെ കംഫർട്ടബിൾ ആവും. ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ ആ രീതിയിൽ എന്താണോ കുട്ടിയുടെ നീഡ്ഫുൾ അതവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അവിടെ ആ എൻവയോൺമെന്റിൽ ചെയ്തു വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി. അവിടെ ഒരു മെയിൻ ഡയറക്ട്രസ് ഉണ്ടാകും. ഡയറക്ട്രസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഹെഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും, ഡയറക്ട്രസ്. അപ്പം അത് കൂടാതെ ഒരു 4 or 6 ഫെസിലിറ്റേറ്റേഴ്സ് വേറെ ഉണ്ടാവും. 20 കുട്ടികളുള്ളതാണെങ്കിൽ ഈ 20 കുട്ടികളെയും ചിലപ്പോൾ ഒറ്റ ഫെസിലിറ്റേറ്ററിന് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 20 കുട്ടികളും പല ഗ്രൂപ്പായിട്ട് പല ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ ഒറ്റയ്ക്ക് ആയിരിക്കും ആക്ടിവിറ്റി ചെയ്യുന്നത്. ഇവരെ എല്ലാം ഒബ്സർവ് ചെയ്യാനായിട്ട് സ്റ്റാഫ് വേണം. സോ അതുകൊണ്ട് ഡയറക്ടർസ് നമുക്ക് ഓർഡർ തരും, ഇൻസ്ട്രക്ഷൻസ് തരും, ഇങ്ങനെ ഏത് ഗ്രൂപ്പിനെ നമ്മൾ വാച്ച് ചെയ്യണം ആ രീതിയിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിന്റെ മാനുവൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതാൻ പറയുന്നത്. നമ്മൾ കുറെ ഒബ്സർവ് ചെയ്യുമായിരിക്കും കുട്ടികളിലെ പല കാര്യങ്ങളും. നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. അത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളൊരു ഇവാലുവേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ മോണ്ടിസോറിയുടെ ഒരു വ്യൂ. മോണ്ടിസോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മനസ്സിൽ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് പീസ് ആൻഡ് ഹാർമണി ആയിരിക്കണം. നമ്മൾ സൊസൈറ്റി ഓഫ് കൊഹീഷൻ പറഞ്ഞു. ഇങ്ങനെ ഒരു എൻവയോൺമെന്റിൽ ജീവിക്കുന്ന കുട്ടികൾ ദേ ക്യാൻ ഡു മെനി തിങ്സ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ നീഡ്സ് എന്താണോ അതിനനുസരിച്ച് കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും വെൻ ദേ ബിക്കം അഡൾട്ട്, അല്ലെ? അപ്പൊ ആ അഡൾട്ടിൽ എത്തിയിട്ട് ചേഞ്ചസ് വരുത്തുന്നതിനേക്കാളും അവര് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ അവരിൽ അത്
ഡെവലപ്പ് ചെയ്യുക, അവരിൽ തന്നെത്താനെ ഫോം ചെയ്യുക, നാച്ചുറൽ ആയിട്ടൊരു ഫോർമേഷൻ നടക്കണം എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി അത്രയും റിസർച്ച് ചെയ്ത് കുറെ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് മോണ്ടിസോറി ഇങ്ങനൊരു എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ മോണ്ടിസോറി പറയുന്നുണ്ട് കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് ആ എൻവയോൺമെന്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റണം. അത് കുട്ടികളുടെ ഇന്നർ ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞു, ആ സൊസൈറ്റി ഓഫ് പ്രൊവിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കോപ്പറേഷൻ അവരിൽ ജനറേറ്റ് ചെയ്യുന്നു, അവരിൽ ഒബീഡിയൻസ്, ഡിസിപ്ലിൻ, അതൊന്നും ഫോഴ്സ്ഫുള്ളി അല്ല, തന്നെ നാച്ചുറലി വരുന്നതാണ്, അത് അവരിൽ ഉണ്ടാവും. പിന്നെ കോൺസെൻട്രേഷൻ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർ പുറമേ ഉള്ളതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. നമ്മള് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ പറഞ്ഞു, ഏതെങ്കിലും കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അവനിൽ എന്തോ ഡീവിയേഷൻ ഉണ്ട്, അതെന്താന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവനെ നോർമലൈസേഷനിലേക്ക് മാറ്റാനുള്ള ആക്ടിവിറ്റി നമ്മൾ അവന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നോർമലൈസ്ഡ് ആയിട്ടുള്ള കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിയർ ബൈ പല സൗണ്ട്സ് കേട്ടാലും അത് അവനെ ബാധിക്കില്ല. സോ ആ ഒരു ഡീപ് കോൺസെൻട്രേഷൻ, ഒരു സെൽഫ് കോൺസെൻട്രേഷൻ അവന്റെ ഫോം ചെയ്ത് വരും. ഓക്കെ, കുട്ടികളുടെ ഡെവലപ്മെന്റ്സിന് യാതൊരു തടസ്സങ്ങളും അവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ ഇതെല്ലാമാണ് ഈ ഒരു എൻവയോൺമെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് മറിയ മോണ്ടിസോറി കൊടുത്തിട്ടുണ്ട്. മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതൊരു മിനിയേച്ചർ വേർഷൻ ഓഫ് യൂണിവേഴ്സ് തന്നെയാണ്. ഇത് നമ്മൾ സാധാരണ പറയില്ലേ ഈ സ്കൂൾ എന്ന് പറയുന്നത് അവർക്കൊരു സെക്കൻഡ് ഹോം ആണെന്ന്, അതുപോലെ തന്നെ മറിയ മോണ്ടിസോറി ഇത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ലൈഫിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഒരു സെക്കൻഡ് ഇതാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. അപ്പൊ ഈ എൻവയോൺമെന്റ്, അപ്പൊ നമുക്കറിയാം എങ്ങനെയൊരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഒരു മോണ്ടിസോറി സ്കൂളിന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ തന്നെയും നമ്മളുടെ വീട്ടിലും നമ്മളുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് നമ്മളും ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നോക്കണം നമ്മുടെ കുട്ടിയുടെ നീഡ്സ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏതൊരു അറ്റ്മോസ്ഫിയർ ഇരുന്നാലാണ് പറ്റുക. നമുക്കൊരു വീടാവുമ്പോൾ പല പല ഡിസ്ട്രാക്ഷൻസും ആ വീട്ടിൽ വരും. അപ്പോ നിങ്ങളിപ്പോ മോണ്ടിസോറി ഇത് കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, എങ്ങനെ കുട്ടികളോട് പെരുമാറണം, എങ്ങനെ കുട്ടികൾ എന്ന് മാത്രമല്ല അഡൾട്ട് ആണെങ്കിലും നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ ഈവൻ നമ്മളത് ചെയ്യുമ്പോൾ നാച്ചുറലി ഫാമിലി മെമ്പേഴ്സ് അതിലേക്ക് വന്നോളും. ചിലപ്പോൾ ടൈം എടുക്കുമായിരിക്കും, ചിലർ പെട്ടെന്ന് വരുമായിരിക്കും, ചില ഫാമിലിയിലും ആ ഒരു ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും, അവിടെ എല്ലാവരും തമ്മിലൊരു കോപ്പറേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മള് ഒരു ചേഞ്ചസ് നമ്മുടെ ഫാമിലിയിൽ വരുത്തുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. പറഞ്ഞ ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, രാവിലെ തന്നെ വീട്ടിലുള്ള ചില ആളുകൾക്ക് ചായ, ന്യൂസ് പേപ്പർ എല്ലാം അവർക്ക് അവരുടെ കയ്യിൽ കൊടുക്കും. അതിലൊരു ചെറിയൊരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ തന്നെത്താനെ പോയി എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അവരത് ഫോഴ്സ്ഫുള്ളി ചെയ്യും. ഓക്കെ, അത് വഴക്ക് പറഞ്ഞോ വഴക്കുണ്ടാക്കിയോ അല്ല ചെയ്യേണ്ടത്, അത് നമ്മൾക്ക് അത് ടാക്ടിക് ആയിട്ട് വളരെ ന്യൂട്രൽ ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരതങ്ങ് ഫോളോ ചെയ്തു. അതങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മള് ഒരു 5-6 പ്രാവശ്യം പേപ്പർ നല്ലതുപോലെ, പഴയ ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ നല്ലതുപോലെ എവിടെയെങ്കിലും ഒരു കോർണറിൽ അടുക്കി വെക്കുവാണ്. അത് വലിച്ചു വാരി ഇടുന്നവരുണ്ടെന്ന് തന്നെ വിചാരിക്കും. കുട്ടികളുടെ കാര്യമല്ല, വലിയ ആൾക്കാര് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ 1-2 ദിവസം ഇത് നല്ലപോലെ ഒന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി ഉള്ളിൽ തോന്നില്ലേ അഡൾട്ട്സിന്, ഓ ഞാൻ കാരണമാണ് അത്രയും പണി എക്സ്ട്രാ വരുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് എന്തായാലും എല്ലാവരുടെയും കാണും. ചിലരിൽ അത് വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾക്കും നമ്മളുടെ വീട്ടിലെ എൻവയോൺമെന്റ് ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ഒരു സ്കൂളിൽ മാത്രമല്ല വീട്ടിലും ഇത് പറ്റും. അത് ശരിക്കും കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത്. അവരുടെ ഡെവലപ്മെന്റിന് അത് വളരെ ഹെൽപ്ഫുള്ളും. കുഞ്ഞുങ്ങൾ പലപ്പോഴും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കാറില്ലേ, അത് ശരിക്കും അവരെ നമ്മളെ ഫോളോ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇതിരിച്ച് വലിയ യൂണിറ്റ് ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കൂടുതൽ അറിയുവാണ് എന്താണ് മോണ്ടിസോറി മെത്തേഡ്സ് എന്നുള്ളത് നമ്മൾ കൂടുതൽ അറിയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നാളെ എന്തായാലും ക്ലാസ് ഉണ്ടല്ലോ, നാളെ നമുക്ക് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഈ മെറ്റീരിയൽസിന്റെ ലിസ്റ്റും എല്ലാം ഞാൻ ട്രൈ മൈ ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും സഹായം എടുക്കേണ്ട വരും. ഈ പറഞ്ഞ പോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളവരൊന്നും ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം. ആണോ? ഞാൻ മാമിന് ഇട്ട് തരാം, അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.
ഷുവർ. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാം അത് മാനുവലിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ വേറെ ആരുടെ സംശയം ചോദിച്ചപ്പോ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊന്ന് പറയാമോ? ടീച്ചിങ് മാനുവൽ നമ്മൾ എന്താ എങ്ങനെ എഴുതണ്ടെന്നുള്ളതാ. പറയാലോ. ഓക്കെ, താങ്ക് യു. ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ടീച്ചിങ് ക്ലിയർ അല്ല. ഞാൻ ഇതിന്റെ പിക്ക് എടുത്തിട്ട് ഞാൻ അയച്ചു തരാം ക്ലാസ് റൂമിലോ. മാം ക്ലിയർ അല്ല മാം. ഇതിന്റെ പിക്ക് എടുത്തിട്ട് ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ. ഓക്കെ മാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. മാം അവര് എന്നോട് നാളെ കാലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പളെ കാണാനായിട്ട്. അപ്പം ചിലപ്പം നാളെ പ്രിൻസിപ്പളെ കണ്ടിട്ട് ഡ്യൂട്ടീസ് എനിക്കുള്ളത് അസൈൻ ചെയ്ത് അവർ തരാന്ന് പറഞ്ഞു. പിന്നെ മൺഡേ തൊട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.